Roshni Beauty Clinic and Training Center, first floor, Milli Mall, near SBI, Anjalummud. Mobile 9447348295. തുമ്പി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങരുതെന്ന്. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോഴേ നിനക്ക് സമാധാനമാവുള്ളൂ. റേഷൻ കടയിൽ പോയാൽ വല്ലതും കിട്ടുമെന്തോ. അതാണ്ട് മെമ്പർ വരുന്നു. മെമ്പറെ, വീടിന്റെ കാര്യം എന്തായി? ശരിയാക്കാം. ഇത് തന്നെ എപ്പോഴും പറച്ചില്. മോളെ പേടിക്കണ്ട കേട്ടോ, അമ്മ പെട്ടെന്ന് വരാട്ടോ. ശരി. ഇവിടെ ആരുമില്ലേ? ഗായത്രി, ഗായത്രി, ഞാനാ മെമ്പർ വിനോദ്. എന്താ വിളിച്ചിട്ട് കഥ ഉറക്കം എത്ര താമസം? ഇതെന്താ മെമ്പറെ കുറ്റവാളികളോട് സംസാരിക്കുന്ന പോലെ? നീ അകത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുട്ടി ഏതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ബാക്കി നീ പോലീസിനോട് പറയേണ്ടി വരും. ഇവളാ ദിലീപിന്റെ ഉള്ള വില കൂടി കളയും. മെമ്പറെ, നിങ്ങളോട് പണ്ട് കൊടിയും പിടിച്ചിരുന്ന രാമകൃഷ്ണൻ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തിങ്കളാഴ്ച അയാൾ മരിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? 20 മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നെന്ന്. കൊച്ചേ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കണോ അല്ലേ? ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന വണ്ടി വിളിക്കണമെങ്കിൽ 2 കിലോമീറ്റർ പോകണം. വഴി റെഡിയാക്കുന്ന ഫണ്ടെടുത്ത് 3 കൂടെ പുട്ടടിച്ചിട്ട് ആ പാവ മനുഷ്യന്റെ മരണത്തിൽ പോലും വരാത്ത നിങ്ങളാണോ ഞാനിവിടെ ഏതോ കുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് അന്വേഷിക്കാൻ വരാൻ? ഈ നാറികളുടെ വാക്കും കേട്ട് വരാൻ ഉളുപ്പില്ലേ മെമ്പർക്ക്? എന്തിനാ അവളോടൊക്കെ കൂടുതൽ സംസാരിക്കുന്നത്? കേറി നോക്ക് മെമ്പറെ. ഏതവനാണ് എന്റെ വീട്ടിൽ കയറേണ്ടത്? ഞാനേ മരിച്ചുപോയ ഒരു ജവാന്റെ ഭാര്യയാ. എന്നെ ആക്രമിക്കാൻ വന്നു പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താലുണ്ടല്ലോ, നീയൊക്കെ അകത്താ. എന്റെ പാർട്ടി പോലെ തന്നെ ഞാനും പെശക. വൈകാതെ തന്നെ നീ അതറിയും.
എന്താണെന്നൊന്ന് നോക്കണം. ഏതോ കൂടി എന്നാണെന്ന് തോന്നുന്നു. അവിടെ കിടത്തിക്കോളൂ. തൽക്കാലം വിഷം മുകളിലോട്ട് കയറാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതൊക്കെ ഞാൻ പിന്നെ വാങ്ങാം. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കും. പിടിക്കണം. എടാ പ്രദീപേ, എവളുടെ വീട്ടിൽ ശരിക്കും ഒരു കുട്ടിയുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. ഇവക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ അവളെ ഭർത്താവ് പട്ടാളത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. വീട് വരെ ഒന്ന് ആക്കി തരാവോ? ഓ, ചേച്ചി, ഞാൻ ഇതുവരെ ഉള്ളൂ. കഴിഞ്ഞ തവണ നിങ്ങളെ വീടിൻ്റെ അങ്ങോട്ടൊന്ന് എനിക്ക് പണി കിട്ടിയതാണ്. ആയിക്കോട്ടെ. ചേച്ചി, മോക്ക് സുഖം തന്നെ? ഏത് മോക്ക്? നിനക്ക് എന്തിനു സൂക്കേടടാ? നാട്ടുകാർ പറയുന്നതേ ചേച്ചിയുടെ വീട്ടില് ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന. ഈ നാട്ടുകാരെ നിന്റെ തന്ത വേറൊരാളെന്ന് പറഞ്ഞ് നീ വിശ്വസിക്കൂ? വേണ്ടായിരുന്നു തന്തയ്ക്ക് വിളിയായിട്ട്. മോനെ, മോനെ എണീക്ക്. വല്ലതും പറ്റിയോ? അയ്യോ മോനെ, എന്തേലും പറ്റിയോ? ഇല്ല മമ്മി, ഒന്ന് സ്ലിപ്പായതാ. ഈ ആന്റി എന്നെ പിടിച്ചെണ്ണിപ്പിച്ചത്. അപ്പുറത്തെ വീട്ടിലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനെ പെട്ടിയെടുക്കാൻ ഒന്ന് സഹായിക്കാമോ? നിങ്ങളൊരു അമ്മയാണോ? ഈ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചുമക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോക്കി നിൽക്കുവാണോ? സോറി, ഞാനൊരു ബ്ലൈൻഡാണ്. അയ്യോ, നിങ്ങൾക്ക് കണ്ണാണം പാടില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവനെ ഒന്ന് സഹായിക്കാവോ? അതിനെന്താ? ഇത് കൊണ്ടുവന്നവർ ഇവിടെ വെച്ചിട്ടങ്ങ് പോയി. ക്യാഷ് എത്ര വേണമെങ്കിലും തരാം. സാരമില്ല, ഞാൻ സഹായിക്കാം നിങ്ങളെ. ആന്റി, ആ, ആള് നല്ല സ്മാർട്ടാണല്ലോ. എന്താ മോന്റെ പേര്? അർജുൻ. ആ, ഇതേ മോൻ തന്നെ വെച്ചു. എന്ത് സഹായം വേണമെങ്കിലും ആന്റിയെ വിളിച്ചാൽ മതി. ആ കാണുന്നതാണ് ആന്റിയുടെ വീട്. ശരി. ഇവിടെ തന്നെയാണോ നീ കൊച്ചിനെ ഒളിപ്പിച്ചു വെച്ചത്? ഇവിടെ തന്നെ. എടാ, ലക്ഷങ്ങളുടെ മുതലാ അത്. നീ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. പോലീസ് എങ്ങാണ്. ശരി, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട. വാ. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നീയാണോ ഗായത്രി? ഈ വീട്ടിലേതെങ്കിലും കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുറത്തിറക്ക്, ഞങ്ങളുടെ ജോലി കുറഞ്ഞിരിക്കും. ഇല്ല മാഡം, ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ. ഈ വീടൊന്ന് തുറന്നു കൊടുക്ക്. പെട്ടെന്ന്.
അടച്ചിട്ടിരിക്കുകയാണല്ലോ. അതിന്റെ ചാവിയും കിടക്ക്.